പിന്നീട് വരുന്ന 3 ദിവസങ്ങൾ ലക്ഷ്മി പൂജയ്ക്കുള്ളതാണ്. പ്രാർത്ഥനയിലൂടെയും നിരന്തര ധ്യാനത്തിലൂടെയും മനസ്സിന്റെ ചാപല്യങ്ങളെ അഥവാ വിക്ഷേപങ്ങളെ ഇല്ലാതാക്കാൻ കഴിയുന്നു. സമ്പത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ദേവതയായ മഹാലക്ഷ്മി നവരാത്രി വേളയിൽ പ്രത്യേകം ആരാധിക്കപ്പെടുന്നു. ഒരിക്കൽ ദുർവാസാവിന്റെ ശാപത്താൽ തങ്ങളുടെ പദവി നഷ്ടപ്പെട്ട ദേവന്മാർ സ്വർഗത്തിൽ നിന്നും പുറന്തള്ളപ്പെട്ടു. ഭൃഗുമഹർഷിയുടെ പുത്രിയായ ലക്ഷ്മി പാലാഴിയിൽ അഭയം പ്രാപിച്ചു എന്നും പാലാഴി മഥന സമയത്ത് ദേവി വീണ്ടും അവതരിച്ചു എന്നുമാണ് ഐതിഹ്യം. പാലാഴിയിൽ നിന്നും ആവിർഭവിച്ച ദേവി തന്റെ കരങ്ങളിൽ വഹിച്ചിരുന്ന വൈജയന്തിമാല വിഷ്ണു ഭഗവാനെ അണിയിച്ചുകൊണ്ട് അവിടുത്തെ പരിണയിച്ചു. തന്റെ അർദ്ധഭാഗമായി മാറിയ ദേവിക്ക് ഭഗവാൻ തന്റെ എല്ലാ ചൈതന്യങ്ങളും പകുത്തു നൽകി. അങ്ങനെ ദേവിയുടെ നാമം മഹാലക്ഷ്മിയായി